പ്രിയമുള്ളവരെ, അങ്ങനെ കാത്തിരുന്ന ആ തീരുമാനം വന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചില്ല. കോൺഗ്രസ് പിന്നെയും നൈസായി ലീഗിനെ ചാമ്പി. ലോക്സഭയിലേക്ക് ലീഗിന് 2 സീറ്റ് തന്നെ. പേരിനൊരു ഓഫർ വെച്ചിട്ടുണ്ട് കേട്ടോ. രാജ്യസഭയിൽ അടുത്ത ഒഴിവ് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ തരാം. ഈ ഓഫർ മുമ്പും പലതവണ കൊടുത്ത് തേച്ചിട്ടുള്ളതാണല്ലോ. പിന്നെ ലീഗ് തുള്ളിയാൽ എത്രത്തോളം എന്നത് കോൺഗ്രസിന് നല്ല പോലെ അറിയാവുന്നതുമാണ്. അണികളുടെ കലിപ്പൊന്നും ലീഗ് നേതൃത്വം ഒരു കാലത്തും കണക്കിലെടുത്തിട്ടില്ല. അല്ലെങ്കിൽ തന്നെ ബാബരി പള്ളി പൊളിച്ച നരസിംഹറാവുവിന്റെ മന്ത്രിസഭയിൽ ഒരു ഉളുപ്പുമില്ലാതെ കുത്തിരുന്നോലാണ് നമ്മളെ ലീഗ്. അതുകൊണ്ട് തന്നെ ഓൽ എത്ര ഒച്ചപ്പാടുണ്ടാക്കിയാലും കോൺഗ്രസ് ഒന്ന് കണ്ണുരുട്ടിയാൽ തീരാവുന്നതേ ഉള്ളൂ. എന്തൊക്കെയായിരുന്നു അങ്ങനെ പടക്കടകുദാഹവ എന്തൊക്കെ മേളമായിരുന്നു. പാട്ട്, ഡാൻസ്, കൂത്ത്. എനിക്കപ്പോഴേ തോന്നി 3-ാം സീറ്റില്ലെങ്കിൽ മലപ്പുറം കത്തും, ലീഗ് സ്വന്തം വജ്ജു നോക്കും, ഒറ്റക്ക് മത്സരിക്കും. എന്തൊക്കെ ഒരു പുകിലായിരുന്നു. ഏതായാലും നമ്മളെ ഫിറോസ് ഖാന്റെ കാര്യം ആലോചിച്ചിട്ടാണ് ആ കൽബിന്റെ വേദന ആരെങ്കിലും കാണുന്നുണ്ടോ? ലോക്സഭയിലേക്ക് ഒരു സീറ്റ് അത്രക്ക് കിനാവ് കണ്ടാണ് നമ്മളെ പിറുമോൻ. കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ താനൂര് തിരിച്ചു പിടിക്കാൻ വേണ്ടി എന്തോരം മെനക്കെട്ടതാണ്. തിരിച്ചു പിടിച്ചോന്ന് ചോദിച്ചാ തിരിച്ചു പിടിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ അതിങ്ങനെ ആയിപ്പോയി. അതിനുശേഷം ആർക്കും ഒരു വിലയില്ല. പാർട്ടിക്കാര് വരെ എടുത്തിട്ട് ട്രോള് കാണും. ഒരാളിപ്പോ ഇങ്ങോട്ട് ഓടിയോ? നേരെ ഓടിയിട്ടുണ്ട്. ഇത്രയും പെട്ടെന്ന് പത്രത്തിൽ വന്നു. മടുത്തു ഈ ജീവിതം. എന്നാ എങ്ങനെയെങ്കിലും ലോക്സഭയിലേക്ക് ഒരു സീറ്റ് ഒപ്പിച്ച് കിട്ടുകയാണെങ്കിൽ അതും പറഞ്ഞ് കുറച്ചാലും പിടിച്ചു നിൽക്കായിരുന്നു. 3-ാം സീറ്റിന്റെ ചർച്ചയൊക്കെ വന്നപ്പോ മനസ്സൊന്ന് കുളിർന്നു വന്നതായിരുന്നു. ആ മോഹമാണ് സതീശനും സുധാകരനും കൂടി അൽക്കുൽ താക്കി കളഞ്ഞത്. എന്നാല് കുഞ്ഞാപ്പയോ തങ്ങളോ എന്തെങ്കിലും ഒന്ന് പറഞ്ഞോ? ഇനിയിപ്പോ രാജ്യസഭാ സീറ്റ് അഥവാ കിട്ടിയാലും അത് ഇന്നലെ കയറി വന്ന PMS സലാം കൊണ്ടുപോകും. പിറുമോന്റെ ജീവിതം ഇങ്ങനെ ഉരുകി തീരേ ഉള്ളൂ. നിങ്ങളോടൊക്കെ പടച്ചോൻ ചോദിച്ചോളൂ.